കൃഷ്ണനോട് അർജുനൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഭഗവത്ഗീതയിലെ. അതിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. നിങ്ങൾക്ക് പറയാൻ പറ്റുമെങ്കിൽ ഉത്തരം പറഞ്ഞു. ഒരു മനുഷ്യന്റെ നാശം എപ്പോഴാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ പറ, ഒരു മനുഷ്യന്റെ നാശം എപ്പോഴാണ്? ഭഗവത്ഗീതയും കുടുംബവും എന്നുള്ളതാണ് എന്റെ സബ്ജക്ട്. അപ്പൊ ഒരു മനുഷ്യന്റെ നാശം എപ്പോഴാണ്? നിങ്ങൾ പറഞ്ഞോളൂ. മരണത്തോടു കൂടിയോ? അഹങ്കാരം വരുമ്പോഴോ? അഹങ്കാരം വരുമ്പോ നാശം ഉണ്ടാവോ? ഉണ്ടാവൂലേ? ഓക്കെ. അഹങ്കാരം വരുമ്പോഴാണ് നാശം. പോരാ. ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുള്ളത് മരണത്തോടു കൂടി മനുഷ്യൻ നശിച്ചു. നിരീശ്വരവാദികളൊക്കെ ചിലപ്പോ അത് പക്കായിട്ട് വിശ്വസിച്ചേക്കാം, അല്ലെ? മരിച്ച് കുഴിച്ചിടുകയോ അല്ലെങ്കിൽ സംസ്കരിക്കുകയോ ചെയ്ത പിന്നെന്ത് മനുഷ്യൻ? ശ്രദ്ധിക്കാം. ഒരു ഗ്രന്ഥത്തിൽ പറയുന്നത് മനുഷ്യൻ മരിച്ചിട്ട് 7 ജന്മം കൂടി എടുക്കും. 7ാമത്തെ ജന്മത്തിൽ സാധനം പോകും, പിന്നെ വരില്ല. ഇത് ഹിന്ദു അല്ലാത്ത മറ്റു മതഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യം ഞാൻ ഈ പറയുന്നത്. മരണത്തോടു കൂടി അവസാനിച്ചു. ചില ഗ്രന്ഥങ്ങൾ 7 ജന്മനുണ്ട് എന്ന് പറയും. പക്ഷേ ഭഗവാൻ കൃഷ്ണനോട് അർജുനൻ ചോദിച്ചപ്പോ കൃഷ്ണൻ പറയുന്നത് എന്താണെന്നറിയോ? ഒരു മനുഷ്യന്റെ നാശം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഇപ്പോ ജീവിച്ചിരിക്കുമ്പോ അതിന് ഭഗവാൻ 2 ശ്ലോകം കൊണ്ടാണ് ഉത്തരം കൊടുത്തത്. ഞാനിത് പറയാൻ കാരണം, ആത്മാവ് എന്താണ് എന്ന് അർജുനൻ ചോദിക്കുമ്പോ 10-40 ശ്ലോകം പറയേണ്ടി വന്നു ഭഗവാൻ. ഭക്തി എന്താണെന്ന് ചോദിച്ചപ്പോ 35 ശ്ലോകങ്ങൾ പറയേണ്ടി വന്നു. ക്ഷേത്രം എന്താണെന്ന് ചോദിച്ചപ്പോ 47 ശ്ലോകങ്ങൾ പറയേണ്ടി വന്നു. പക്ഷെ മനുഷ്യനാശം എന്താണെന്ന് ചോദിച്ചപ്പോ 2 ശ്ലോകം കൊണ്ട് അർജുനൻ അത് മനസ്സിലായി. പിന്നെ രണ്ടാമത് ഒരു കാര്യത്തിലേക്ക് കിടക്കേണ്ടെന്നായ. അതിനാണ് ഭഗവാൻ പറഞ്ഞത് 2 ശ്ലോകം. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സംജായതേ കാമ കാമ ക്രോധോപിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാ സ്മൃതി വിഭ്രമ സ്മൃതി പ്രംസാദ് ബുദ്ധിനാശോ ബുദ്ധിനാശ പ്രണശ്യം. 2 ശ്ലോകം കൊണ്ട് ആ മനുഷ്യനാശത്തെ ഭഗവാൻ എത്ര വിശാലമായിട്ടാ പറഞ്ഞത് നോക്കും. ഞാൻ പറയാം. ധ്യായതോ വിഷയാൻ പുംസ, ഒരു വിഷയത്തെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ, സംഘത്തേഷു ഉപജായതേ, ആ വിഷയത്തിനോട് സംഗത്വം ഉണ്ടാവും. സംഗത്വം എന്ന് പറഞ്ഞാൽ അടുപ്പുണ്ടാവും. സത്യമല്ലേ? ഒരു വിഷയത്തെ തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ വിഷയത്തിനോട് നമുക്ക് എന്തായാലും ഒരു അടുപ്പുണ്ടാവും. ഭഗവാൻ അടുത്ത സ്റ്റെപ്പ് പറയുന്നു, സംഗാത് സംജായതേ കാമ. ഈ അടുപ്പം എന്തായിട്ട് മാറും? ഒരു കാമമായിട്ട് മാറും. കാമം എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹമായിട്ട് മാറും. ഒരു വിഷയത്തിനോട് അടുപ്പുണ്ടാവും, ആഗ്രഹം ഉണ്ടാവുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് അത് അത്യാഗ്രഹമായിട്ട് മാറും. എനിക്കത് കിട്ടിയേ തീരൂ എന്ന അവസ്ഥ വരും. അത് കിട്ടാതിരുന്നാലോ? അത്രയും ആഗ്രഹിച്ച സാധനത്തിൽ കിട്ടാതിരുന്നാൽ എന്താ സംഭവിക്കുക? കാമ ക്രോധോപിജായതേ. എന്ത് സംഭവിക്കും? ദേഷ്യം ഉണ്ടാവും. നോക്കൂ, മനുഷ്യന്റെ നാശത്തെ എത്ര ഭംഗിയായിട്ടുള്ള വിശദീകരണം നോക്കൂ. ഒരു വിഷയത്തിനോട് അടുപ്പുണ്ടാവുക, അതിനോട് അമിതമായിട്ട് അടുപ്പുണ്ടാവുക, അതൊരു കാമമായിട്ട് മാറും. അത് കിട്ടാതെ വരുമ്പോ ദേഷ്യം ഉണ്ടാവുക. ഭഗവാൻ ആ ശ്ലോകം കൊണ്ടല്ല, അടുത്ത ശ്ലോകം കൊണ്ട് അത് പൂർത്തീകരിക്കുന്നുണ്ട്. കാമ ക്രോധോപിജായതേ. അടുത്ത ശ്ലോകം നോക്കൂ. ക്രോധാത് ഭവതി സമ്മോഹ. സമ്മോഹം എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ് എന്നാണ്. ഈ ദേഷ്യം എന്ത് സംഭവിക്കും? നമ്മുടെ തിരിച്ചറിവ് ഇല്ലാതാക്കും. സത്യമല്ലേ? നിങ്ങളൊക്കെ ചിന്തിച്ചോ? നിങ്ങളിപ്പോ ആരെങ്കിലും ഇട്ട് ദേഷ്യപ്പെട്ടു, അമിതമായി ദേഷ്യപ്പെട്ടാണ് ഈ മുന്നിൽ നിൽക്കുന്ന അച്ഛനാണോ, അമ്മയാണോ, ഭർത്താവാണോ, ഭാര്യയാണോ, ഒന്നും ചിന്തിക്കില്ല. നമ്മൾ എല്ലാം കൊടുക്കും. നമ്മൾ എല്ലാം കൊടുത്ത് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ആലോചിക്കുള്ളൂ, ഈശ്വരൻ ഞാൻ എന്റെ ഭർത്താവിനെ ഇപ്പൊ എത്ര ചീത്ത പറഞ്ഞു എന്ന് ചിന്തിക്കുള്ളൂ. അതുവരെ ഒന്നും ചിന്തിക്കില്ല. അപ്പൊ കാമ ക്രോധോപിജായതേ ക്രോധാത് ഭവതി സമ്മോഹ. അതോ സമ്മോഹാൽ സ്മൃതി വിഭ്രമ. ഈ തിരിച്ചറിവില്ലായ്മ മനുഷ്യൻ എന്താക്കി മാറ്റും? ഓർമ്മക്കുറവിലേക്ക് കൊണ്ടുപോകും. സ്മൃതി വിഭ്രമ.
ഭഗവാൻ പറഞ്ഞു അർജുനനോട്, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ഓർമ്മക്കുറവ് ഒരു മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും. എന്നിട്ട് പറഞ്ഞു, ഒരു മനുഷ്യന്റെ നാശം അർജുന ബുദ്ധിനാശാൻ പ്രണശ്യതി, ഒരു മനുഷ്യന്റെ നാശം ബുദ്ധിനാശമാണ് എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നിരീശ്വരവാദികളോട് പോയി പറഞ്ഞു, ഒരു മനുഷ്യന്റെ നാശം ബുദ്ധിനാശം എന്ന് പറഞ്ഞാൽ അവര് പോലും രണ്ട് കൈ കൂട്ടിയടിച്ച് അംഗീകരിക്കും. കാരണം ഇതിൽ യാതൊരുവിധ അസാംഗത്യവുമില്ല, സത്യമാണ്. ഒരു മനുഷ്യന്റെ നാശം ബുദ്ധിനാശത്തിലാണ്. ഈ ബുദ്ധി നശിച്ചവരാണ് ഒരു കുടുംബനാഥന്മാരെന്ന് വിചാരിച്ചു. ആ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകും? അപ്പൊ ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞു തരുന്നു, ബുദ്ധി നശിക്കാതെ നോക്കണം. നിങ്ങൾക്കൊക്കെ അറിയുണ്ടാവും, നിങ്ങൾ തൃശ്ശൂർ ജില്ലയിലെ, തൃശ്ശൂർ ജില്ലയിലെ ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് സാക്ഷാൽ ചിന്മയാനന്ദ സ്വാമി പിറവിയെടുക്കുന്നത്. അറിയാലോ നിങ്ങൾക്കൊക്കെ. ചിന്മയ മിഷൻ അറിയൊക്കെ അറിഞ്ഞൂടാ, എല്ലാവരും ആരും സമ്മതിക്കുന്നൊന്നുമില്ല, എന്നാലും വേണ്ടില്ല. ഇവിടെ നിന്നാണ് ബാലകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ആള് ചിന്മയാനന്ദ സ്വാമിയായി മാറുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം 24 വയസ്സ് വരെ അദ്ദേഹം ഭയങ്കര പോക്കിരിയായിരുന്നു. പോക്കിരി എന്ന് പറഞ്ഞാൽ പോരാ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നിട്ട് എന്ത് പ്രശ്നം പറഞ്ഞാലും അദ്ദേഹം കൂടെ അങ്ങ് ഇറങ്ങി പോകും. അത് അടിച്ചിട്ടോ കൊന്നിട്ടോ എങ്ങനെയായാലും ആ പ്രശ്നം പരിഹരിച്ചു കൊടുത്തിട്ടേ പോരും. സാക്ഷാൽ നമ്മുടെ നാട്ടിൽ പറയുന്നത് ശരിക്കും ഗുണ്ടാന്ന് തന്നെ പറയാം. അതായിരുന്നു ഒരു പറ്റാളുണ്ടായിരുന്നു കൂടെ. 24 വയസ്സ് വരെ അദ്ദേഹം ആ ഒരു ആർജവത്തിനുണ്ടായിരുന്നു. 24ാമത്തെ വയസ്സായപ്പോ അദ്ദേഹം ഒരിക്കൽ ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ്. മുണ്ടൊക്കെ താളമ്പട്ടൊക്കെ ചുറ്റിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സ്വാമി വന്നിട്ട് പറഞ്ഞു, മോനെ നീ ഒന്ന് വെറുതെ ചുമ്മാ ഒന്ന് ഗയ വരെ പോ എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ ഗംഗ വരെ ഒന്ന് പോയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഈ ബാലകൃഷ്ണ മേനോന് മനസ്സിലായി, എന്താ എന്റെ അടുത്ത് വന്നിട്ട് ഇയാൾ എന്നോട് ഗയ പോവാൻ പറഞ്ഞു, എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല. പക്ഷെ ആ പറഞ്ഞത് ബാലകൃഷ്ണന്റെ തലച്ചോറൊന്ന് സ്ട്രൈക്ക് ചെയ്തു. എന്നാ ഇനിയിപ്പോ ഏതായാലും ആയിരം എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് സാധാരണ ട്രെയിൻ ടിക്കറ്റ് എടുത്തിട്ട് നേരെ കാശിക്ക് പോവാം. അവിടെ നിന്ന് ഗംഗാ നദീ തീരത്ത് പോയിട്ട് അദ്ദേഹം വെറുതെ ആ ഗംഗാ നദിയിലെ മണൽ തീരത്ത് അങ്ങനെ ഇരിക്കുകയാണ്. ചുമ്മാ ഒരു തരത്തിലുള്ള ഡ്രസ്സും വേറെ അല്ല ഇപ്പൊ കയ്യിൽ. ആ പോകുന്ന സമയത്തുള്ള മുണ്ടും ഷർട്ടും അതന്നെ ഉള്ളൂ. തലമുടിയൊക്കെ പറപറാന്ന് വളർത്തിയിട്ടുള്ള ശരിക്കും ഒരു ഗുണ്ടാ സ്റ്റൈലിൽ അവിടെ പോയിരിക്കുക. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സ്വാമി അതിലൂടെ അടുത്തുകൂടെ വന്നിട്ട്, മോനെന്താ അവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചു. എന്തിനാ പറയുന്നത്? ആ സ്വാമിക്ക് കേൾക്കാത്ത തേറിയില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത് നിനക്കെന്താ കുഴപ്പം എന്ന് പറഞ്ഞ സ്വാമി ചീത്ത പറഞ്ഞ് ഓടിക്കാണ്. പാവം അത് വെറുതെ ചോദിച്ചതാ എന്താ അവിടെ ഇരിക്കണമെന്ന്. നല്ല ചീത്ത കേട്ടത്. പക്ഷെ സ്വാമി പിറ്റേ ദിവസം അതേ സമയത്ത് തന്നെ അവിടെ വന്ന് ചോദിക്കുകയാണ്, എന്താ മോൻ ഇവിടെ ഇരിക്കുന്നത്. ഈ ബാലകൃഷ്ണ മേനോൻ അവിടെ തൊട്ട് നീറ്റ് പോവാനും തോന്നുന്നില്ല. സ്വാമിയാണെങ്കിൽ നിരന്തരമായി വന്നത് ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ സ്വാമിയോട് ബാലകൃഷ്ണനെ നീട്ടിട്ട് ചോദിക്കാണ്, എനിക്ക് വിശക്കുന്നുണ്ട്, ഭക്ഷണം തരാൻ വല്ല സംവിധാനമുണ്ടോ? അപ്പൊ അതുവരെ ഉണ്ടായിരുന്ന അയാളുടെ ദേഷ്യമൊക്കെ പോയി. എന്താ കാരണം? ദേഷ്യത്തിനേക്കാൾ അപ്പുറം ഒരു സാധനം അയാൾ അരട്ടി, വിശപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വാമി പറഞ്ഞു, സ്വാമി ലക്ഷ്യത്തിലേക്ക് പോവാണ്. സ്വാമി പറഞ്ഞു, ശരി ഞാൻ തരാം, പോരെ. സ്വാമി കൊണ്ടുപോയി ഗയയിലെ ഒരു ആശ്രമത്തിന്റെ കവാടം അത് കിടക്കുന്ന സ്ഥലത്ത്. ഈ ആശ്രമത്തിലേക്ക് കയറുന്നതിന് മുൻപ് ആ കഥ വായിച്ചാൽ നമുക്ക് അറിയാം, ബാലകൃഷ്ണൻ ഒന്ന് സ്ട്രൈക്കായി. ഈ ഗുണ്ടായിട്ട് നടക്കുന്ന ഞാൻ ഈ ആശ്രമത്തിൽ. പക്ഷെ അകത്ത് കിടക്കാതിരിക്കാൻ ഒരു നിർവാഹമില്ല. കാരണം കുറച്ചും കൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ തളർന്നു വീണു വിശന്നിട്ട്. അവസാനം ആ ആശ്രമത്തിന്റെ അകത്ത് പോയിട്ട് ഇതുപോലെ ഒരു തൂണിന്റെ അടുത്ത് ചാരങ്ങിയിരുന്നു. സ്വാമി അകത്ത് പോയിട്ട് ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണ്. വേണ്ടത്ര കഞ്ഞിയും കൊഴുക്കും എന്താ കഴിച്ചോളം പറയാം. അതൊക്കെ കഴിച്ചു വിശപ്പ് മാറിയതിന് ശേഷം എന്നാ ഞാൻ ആശ്രമം വിട്ട് പുറത്തു പോകാൻ തീരുമാനിച്ചു. അപ്പൊ സ്വാമി പൊയ്ക്കോളും പറഞ്ഞു, നീ പൊയ്ക്കോ, കുഴപ്പമില്ല. പക്ഷെ നീ പോയി 2 ദിവസം കഴിഞ്ഞ് ഞാനൊരു കഞ്ഞി തരും. അതുകൊണ്ട് നീ തൂണിന്റെ ഇവിടെ തന്നെ സ്ഥിരം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് എന്നും കഞ്ഞി ഞാൻ തരാം. അപ്പൊ
ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് പട്ടിണി കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ആ തൂണിന്റെ അവിടെ തന്നെ ഇരിക്കുക. അദ്ദേഹത്തിന് തോർത്തുമുണ്ട്, പിന്നെ കുളിക്കാനുള്ള സംഗതി ഒക്കെ ഈ സ്വാമി കൊടുക്കുക. അങ്ങനെ പുഴയിലൊക്കെ പോയി സുന്ദരമായി കുളിച്ച് പൊട്ടപ്പനായിട്ട് അവിടെ വന്നിരിക്കും, ഭക്ഷണം കഴിക്കും. 1 മാസം 2 മാസം 3 മാസം കഴിഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, ഇനി ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ എന്തെങ്കിലും ജോലി നോക്കണം, പുറത്തു പോയിട്ട് നീ എന്തെങ്കിലും ജോലി നോക്കണം. കാരണം എത്ര വെച്ചാൽ 3 മാസമൊക്കെ വെറുതെ ഇരുന്ന് ഭക്ഷണം, അല്ലെങ്കിൽ നീ ആശ്രമത്തിലെ ജോലി ചെയ്യണം. ഉടനടി അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ആശ്രമത്തിൽ ജോലി ചെയ്തോളാം, ഇനി പുറത്തൊരു ജോലിക്ക് പോകാൻ എനിക്ക് പറ്റൂല, ഇവിടെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. അവിടെ അങ്ങ് അലിഞ്ഞു ചേർന്നു. 1.5 വർഷം അവിടുത്തെ ആശ്രമത്തിലെ സ്വാമിമാരെ കൂട്ടി താടി മുടി ഒന്നും ഷേവൊന്നും ചെയ്യാതെ അങ്ങനെ വന്ന് കുറെ കഴിഞ്ഞിട്ട് 1.5 വർഷമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം കണ്ണാടി നോക്കുമ്പോ കുറെ താടിയൊക്കെ വളർത്തിയ ഒരാളായിട്ട് അദ്ദേഹം മാറി. എത്ര കണ്ട് താടി താഴേക്ക് വളർന്നോ അത്രയും ആധ്യാത്മികപരമായിട്ട് ബാലകൃഷ്ണ മേനോൻ വളർന്നു കഴിഞ്ഞിരുന്നു. പിന്നെ ഒരു ദിവസം കേൾക്കുന്നത്, ആ ആശ്രമത്തിലെ മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസ് എടുക്കുന്ന സ്വാമി അസുഖമായിട്ട് കിടക്കുക. അപ്പൊ ക്ലാസ് എടുക്കാൻ ആളില്ല. അപ്പോ ബാലകൃഷ്ണ മേനോൻ നേരെ ഈ അസുഖമുള്ള സ്വാമി, മെയിനായിട്ടുള്ള സ്വാമിയുടെ അടുത്ത് എനിക്ക് ചോദിക്കുകയാണ്, ഇന്ന് ഭഗവത്ഗീത ക്ലാസ് ഞാൻ എടുത്തോട്ടെ, എനിക്ക് മലയാളം ഇംഗ്ലീഷും മാത്രമേ അറിയൂ, ഹിന്ദി അറിയില്ല, അവിടെ ഇംഗ്ലീഷിൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ അതൊരു ഓർഡർ ആയിട്ട് നേരെ സ്റ്റേജിൽ കയറി വന്നിട്ട് ആദ്യത്തെ ഭഗവത്ഗീത ക്ലാസ് അർജുന വിഷാദ യോഗം എന്നൊരു അധ്യായം അദ്ദേഹം സമ്പൂർണമായിട്ട് 2.5 മണിക്കൂർ ഒരിടതടവില്ലാതെ, ഒരു ഭഗവത്ഗീത എന്ന ഗ്രന്ഥം പോലും കയ്യിൽ വെക്കാതെ അതിൽ ഓരോ ശ്ലോകവും അക്ഷരാർത്ഥത്തിൽ വിശദീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ബാലകൃഷ്ണ മേനോൻ ചിന്മയാനന്ദ സ്വാമിയാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഒരു യാത്ര എന്ന് പറഞ്ഞു, എനിക്ക് തോന്നുന്നു 1400ഓളം ചിന്മയ വിദ്യാലയങ്ങളുണ്ട് ഭഗവത്ഗീത പഠിപ്പിക്കും, ലോകം മുഴുവൻ അംഗീകരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞതിനർത്ഥം, ഒരു തപസ്സായിട്ട് നമ്മൾ ഒരു കാര്യം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും ഒരു വ്യതിചലനം സംഭവിക്കില്ല. ചിന്മയാനന്ദ സ്വാമി പറയാറുണ്ട്, നമ്മൾ പുഴയുടെ തീരത്ത് ചെന്നാൽ അവിടെ ഈ നല്ല മിനുസുള്ള കല്ലുകൾ കുറെ കാണും. നമ്മൾ കണ്ടിട്ടില്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഞാൻ അതും നിങ്ങൾ സമ്മതിക്കാതിരിക്കണ്ട, കണ്ടിട്ടുണ്ടാവും ഉറപ്പാ. പ്രത്യേകിച്ച് ഈ കടൽ തീരത്തൊക്കെ ഉള്ളത് എന്തായാലും കാണും അല്ലെ? ഈ പുഴയുടെ തീരത്ത കൂടുതൽ കാണും. അപ്പൊ നമ്മൾ ആരും വിചാരിക്കരുത് ആ മിനുസുള്ള കല്ല് ഒരു സുപ്രഭാതത്തിൽ അവിടെ ഉണ്ടായതല്ല. ആ പുഴയുടെ ഉത്ഭവത്തിൽ മലയുടെ മുകളിൽ നിന്ന് ഈ ജലം ഇറ്റിറ്റ് വീഴുമ്പോ കൂർത്തു നിൽക്കുന്ന കുറെ കല്ലുകൾ ഉണ്ടാവും അവിടെ. ആ വെള്ളം ആ കല്ലിൽ അങ്ങനെ വീഴും. അവസാനം ആ കല്ല് പൊട്ടിയിട്ട് അത് മറ്റു കല്ലുകളിലൊക്കെ തട്ടി ഉരുമി അത് ഈ പുഴയിൽ എത്തിച്ചേർന്നോട് കൂടിയിട്ട് അതിന്റെ 4 ഭാഗത്തുള്ള കൂർത്തുമൂർത്ത വശങ്ങളൊക്കെ നല്ല മിനുസുള്ളതായിട്ടുണ്ടാവും. ഇങ്ങനെയാണ് 1.5 കൊല്ലം കൊണ്ട് ഈ സ്വാമിമാരെ മുട്ടിയും തട്ടിയും ബാലകൃഷ്ണ മേനോൻ ചിന്മയാനന്ദ സ്വാമി ആയത് എന്നർത്ഥം. നമ്മുടെ ചിന്തകളും വളരെ പവിത്രമാണെങ്കിൽ കുട്ടികൾ അതേ വഴിയെ പിന്തുടരും, ഒരു സംശയമില്ല. നമ്മൾ നെഗറ്റീവായ തീർച്ചയായിട്ടും ആ കുട്ടികൾ നമ്മളെ തട്ടി ഉരുമി ഒരു സംസ്കാര സമ്പന്നരായിട്ടുള്ള കുട്ടികളായിട്ട് അവർ മാറും. അദ്ദേഹം ഈ ബോംബെയിൽ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോ അവിടെ കടകളൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഒരു ഗ്രാമമാണെന്ന് അർത്ഥം, സംസ്കാര സമ്പന്നമായ ഗ്രാമം. ഇങ്ങനെയുള്ള ഗ്രാമങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളത് അയ്യത്തെ എങ്ങനെ ദൃഢമാക്കുക എന്നുള്ളതിന്റെ ചിന്തയാണ്. ചിക്കാഗോയിൽ പോയി അദ്ദേഹം വളരെ ഗംഭീരമായ പ്രസംഗം നടത്തി കഴിഞ്ഞപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞു, സ്വാമി ഇവിടുന്ന് ഭാരതീയ സംസ്കാരം. സ്വാമി പറഞ്ഞു, ഓക്കെ, ഞാൻ പോകുന്നില്ല. അങ്ങനെ സ്വാമി ഗ്രാമങ്ങളിൽ കയറുന്നു. അതേപോലെയുള്ള ചെറിയ ഗ്രാമസഭകൾ അവിടെ കുട്ടികൾ എത്തിക്കട്ടെ. നോക്കൂ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം പറയാം. ദുഃഖിക്കാത്തവരാണ് ഈ കൂട്ടത്തിലുള്ള? ഒന്ന് പറയൂ. ഒരാൾ കൈവക്കും, ഇതുവരെ എനിക്ക് ഒരു ദുഃഖം ഉണ്ടായിട്ടില്ല, വിഷമേ ഉണ്ടായിട്ടില്ല, ഞാൻ ജനിച്ച അന്ന് മുതൽ ഇന്ന് വരും ഫുൾ ഹാപ്പിയിലാണ്. അങ്ങനെ ആരെങ്കിലും ഉണ്ടതിൽ? ഇല്ല, എല്ലാരും ചിരിക്കാണ്. ഞാൻ ഇന്നും കൂടെ രാവിലെ ദുഃഖിച്ചിട്ടൊക്കെ വരുന്നത്. കാരണം മഴ പെയ്യാണെങ്കിൽ പ്രോഗ്രാമിന് ഊണയിക്കാൻ സമയത്തേക്ക് ചെന്നാൽ മതിയായിരുന്നു.
പെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ നേരത്തെ പോകണ്ടേ, കഷ്ടമല്ലേ എന്നൊക്കെ ചിന്തിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ നമുക്കുള്ളവരുടെ വിഷമങ്ങളാ. പക്ഷെ ദുഃഖം എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. നമുക്ക് ഭഗവത്ഗീതയുടെ ആദ്യത്തെ അധ്യായം എന്താ? അർജുന വിഷാദയോഗം. ഭഗവത്ഗീത ആരംഭിക്കുന്നത് എവിടുന്ന? ദുഃഖത്തിൽ നിന്ന്, വിഷാദത്തിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന്. ഇനി നിങ്ങൾ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ചിന്തിച്ചോളൂ. ഏത് ഊർജ്ജസ്വലമായ പ്രവൃത്തിയുടെയും ആരംഭം ഒരു ദുഃഖത്തിൽ നിന്നേ ഉണ്ടാവും. ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ പോലും അമ്മ എത്ര സങ്കടപ്പെടണം, എത്ര വേദനിക്കണം എന്ന് ആലോചിച്ച് നോക്കൂ. വേദനയുടെ പര്യസമാപ്തി ഒരു വലിയ സന്തോഷത്തിലാ ചെന്ന് ചേരുന്നു. ശരിയല്ലേ? അപ്പൊ ദുഃഖത്തിൽ നിന്നാണ് ഭഗവത്ഗീതയുടെ ആരംഭം, വിഷാദത്തിൽ നിന്നാണ് ആരംഭം. കുടുംബത്തിനകത്തും ഇതേ വിഷാദങ്ങളാണ് സത്യസന്ധമായ സന്തോഷത്തിലേക്ക് പോകേണ്ടത്. അതിനുശേഷം ഭഗവാൻ ചെയ്ത പരിപാടി എന്താണെന്നറിയൂ? ഭഗവാൻ എന്ന് പറഞ്ഞാൽ വ്യാസൻ അല്ലേ? വേദവ്യാസൻ ചെയ്ത ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ ഈ വിഷാദം മുഴുവൻ അർജുനൻ പറയുന്നത് വരെ കേട്ടിരുന്നു എന്നതാണ്. നല്ല ഒരു ഗുരുവിന്റെ ലക്ഷണമാണ് എന്ത്? കേട്ടിരിക്കുക എന്നുള്ളത്. എന്തെങ്കിലും ഒന്ന് പറയുമെങ്കിൽ രണ്ടെണ്ണം തിരിച്ചു പറയലല്ല ഗുരുവിന്റെ ലക്ഷണം. ഏറ്റവും നല്ല ഗുരുവിന്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആ ശിഷ്യൻ അല്ലെങ്കിൽ എന്റെ മുന്നിൽ ഇരിക്കുന്ന ആള് പറയുന്നത് മുഴുവൻ കേട്ടതിന് ശേഷം മറുപടി പറയാം. അപ്പൊ ഒരു അധ്യായം മുഴുവൻ അർജുനന്റെ വിഷാദവും യുദ്ധ നിരീക്ഷണവും ഒക്കെ പാടായിട്ട് കഴിഞ്ഞ് കൃഷ്ണനൊക്കെ ഇങ്ങനെ കേട്ടിട്ട് എന്താ പറയേണ്ടത് ഇങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. രണ്ടാം അധ്യായം ആരംഭിച്ചപ്പോ സാഖ്യയോഗം എന്നാണ് അതിന്റെ പേര്. സാഖ്യം എന്നാണ് ആത്മാവ് എന്നാണ് അർത്ഥം. ആത്മാവുമായി ബന്ധപ്പെട്ട യോഗത്തിലേക്കുള്ള പ്രവേശനം ഭയങ്കര കട്ടിയായിട്ടുള്ള സബ്ജക്റ്റാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ പറഞ്ഞാൽ പോലും നിങ്ങളിപ്പോ സത്യം ഇതുവരെ ഒരാളും കൊണ്ടുപോയിട്ടില്ല. എപ്പോഴും ഞാൻ ആ വിഷയം പറഞ്ഞ സാഖ്യയോഗ ആത്മാവുമായി ബന്ധപ്പെട്ടത്. അപ്പൊ എന്തുകൊണ്ട് ഭഗവാൻ ഇത്രയും ദുഃഖിതനായ അർജുനനോട് രണ്ടാമത് തന്നെ ഈ ആത്മാവിനെ കുറിച്ച് പറഞ്ഞു എന്നുള്ളതായിരുന്നു ഞാനൊക്കെ ഈ ഭഗവത്ഗീത പഠിക്കുമ്പോൾ ചിന്തിച്ചത്. പക്ഷെ അതായിരുന്നു സത്യം എന്ന് 3, 4, 5, 6 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. എന്താ രണ്ടാം അധ്യായത്തിന്റെ ആകെ തുക എന്താന്ന് വെച്ചാൽ അഹം ബ്രഹ്മാസ്മി എന്നതാണ്. അഹം ബ്രഹ്മാസ്മി. എന്താ അഹം ബ്രഹ്മാസ്മി എന്ന് അർത്ഥം അറിയോ? അറിയോ? എന്റെ ഉള്ളിലാണ് ഈശ്വരൻ എന്നുള്ളത്. അഹം ബ്രഹ്മാസ്മി, എന്റെ ഉള്ളിലാണ് ബ്രഹ്മം, ഈശ്വരൻ. ശരിക്കും രണ്ടാമത്തെ അധ്യായം അഹം ബ്രഹ്മാസ്മിയാണ്. അർജുന, നിന്റെ ഉള്ളിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്നത് ഈശ്വരനാണ്. നമ്മുടെയൊക്കെ ഉള്ളിൽ ഇരിക്കുന്നത് ഈശ്വരനാണ്. എന്നിട്ട് നമ്മൾ പരദൂഷണം പറയും അല്ലേ? മറ്റുള്ളവരെ കുറ്റം പറയില്ലേ നമ്മൾ? എന്ന് വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുന്നുണ്ട്, ഒരു സമൂഹം നന്നാവാൻ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണ്? സ്വാമികൾ പറയുന്നത് എന്ന് സമൂഹം പരദൂഷണം പറയുന്നോ അന്ന് ആ സമൂഹം നന്നാവുന്ന സത്യമാണ്. ഇപ്പൊ എനിക്ക് ഈ പ്രഭാഷണം നടക്കുന്നുണ്ടോ? ഇത് അല്ലെങ്കിലല്ലോ ഇപ്പൊ ഞാൻ റെസ്റ്റ് പറഞ്ഞ പരസ്പരം ഇരുന്നൊരു സ്വകാര്യം പറയും. അപ്പത്തെ ദേവകിരിക്കുന്നത് ഈശ്വരനാണ് എന്ന് തിരിച്ചറിയുന്നത് നരസേവ നാരായണ സേവ എന്നും, മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വര സേവ എന്നും, മാനവ സേവയാണ് മാധവ സേവ എന്നും, മനുഷ്യനെ സേവിക്കുന്നതാണ് ഈശ്വര സേവ എന്നും എന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നുവോ ആ സമയത്തെ പരദൂഷണം പറച്ചിൽ നിർത്തൂ, അല്ലെങ്കിൽ കുറ്റം പറച്ചിൽ നിർത്തൂ. നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത തന്നെ നിർത്തും. 41 ദിവസം വ്രതമെടുത്ത് മാലയിട്ട് ശബരിമല 18ാം പടി കയറുമ്പോ അവിടെ എഴുതി വെച്ചിരിക്കുന്നു തത്വമസി എന്ന്. എന്താ അർത്ഥം? അത് നീ തന്നെ. നീ ആരെ തേടിയാണോ ഇങ്ങോട്ട് വന്നത് അത് നീ തന്നെയാണ്. യു ക്യാൻ ഗോ. തിരിച്ചു വയ്ക്കും. എത്ര സ്പഷ്ടം നോക്കൂ. നമ്മുടെ തത്വശാസ്ത്രം അത് നീ തന്നെയാണ് എന്ന് നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് നമ്മുടെ അകത്തിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ നമ്മൾ സ്വയം തിരിച്ചറിഞ്ഞാൽ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുകയില്ല. നോക്കൂ, നമ്മൾ നമ്മളെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയ പിന്നെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ നമുക്ക് സമയം കിട്ടൂല. ഏറ്റവും കൂടുതൽ ദോഷം നമുക്ക് ഉണ്ടാവുക. ചിന്തിച്ചു അല്ലേ? ശ്രീരാമകൃഷ്ണ പരമഹംസര് വിവേകാനന്ദ സ്വാമികളും എല്ലാം ശിഷ്യന്മാരും ഇരിക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, നീ ഒരു പണി ചെയ്യും, അത് താളിയോലയാണ്. അപ്പൊ ഈ ഓല എടുത്തു കൊടുത്തിട്ട് ഓരോ ദിവസം ചെയ്യുന്ന പ്രവൃത്തി ഓലയിൽ എഴുതി വെക്കാൻ പറഞ്ഞു.
എന്നിട്ട് അത് പിറ്റേത്തെ ദിവസം എഴുന്നേൽക്കുമ്പോൾ നീ അതൊന്ന് വായിക്കണം. അപ്പൊ മനസ്സിലാവും നമ്മൾ തലേ ദിവസം ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇത് നമ്മളൊക്കെ ഒന്ന് ചെയ്ത് നോക്കി. പണ്ടൊക്കെ ഡയറി എഴുതുമായിരുന്നു, പക്ഷെ ഡയറിയിൽ നമുക്ക് ഇഷ്ടമത് എഴുതും, ഇഷ്ടമില്ലാത്തൊന്നും എഴുതൂല അല്ലെ. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കണം, സാധിക്കൂല. ഇനി അഥവാ അല്ല ഞായറാഴ്ച ആണെങ്കിൽ 11 മണിക്ക് നോക്കിയാൽ മതി. 5 മണിക്ക് എഴുന്നേറ്റിട്ട് നമ്മൾ പൂജ എന്താ പറയാ അടുക്കളയിലേക്ക് പോകുമ്പോ കുളിച്ച് വൃത്തിയായി വേണം അടുക്കളയിലേക്ക് പോകാൻ. നിങ്ങളുടെ കുട്ടികൾ എഴുന്നേറ്റ് വരുമ്പോ എല്ലാ അമ്മമാരും കുരുക്കെ ഇട്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്ന ആ ഒരു കാഴ്ചയാണ് കാണുന്നതെന്ന് വിചാരിച്ചോളൂ. ആ കുട്ടികളുടെ മനസ്സ് എത്ര പവിത്രമാവുന്നു ചിന്തിച്ചാൽ മതി. അതേ സ്ഥാനത്ത് എഴുന്നേറ്റ് വന്ന് അതേ പല്ലുപോലും തേക്കേണ്ട ബോധന പോലെ മുടിയൊക്കെ പറവറാട്ടിട്ടാണ് അടുക്കളയിൽ നിന്നിട്ട് ഈ പരിപാടി ചെയ്യുന്നതെങ്കിൽ ഈ കുട്ടികൾ അടുക്കളയിലേക്ക് വരുമ്പോ അവരുടെ മനസ്സ് എന്തായിരിക്കുന്നു സിമ്പിൾ ആയിട്ടൊന്ന് ചിന്തിച്ചാൽ മതി. അപ്പൊ മനസ്സിലാവും ഇതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മചൈതന്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമ്മൾ രാവിലെ നീക്കുകയും ചെയ്യും, കുളിക്കുകയും ചെയ്യും. നമ്മൾ അടുക്കളയിൽ പോകുന്നത് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വിരുന്ന് വരുന്നത് അഗ്നിയാണ്, അഗ്നിദേവനാണ്. അഗ്നിദേവനെ നമ്മൾ കുടിക്കാതെ എങ്ങനെ വരവേൽക്കുക അല്ലെ? അടുക്കളയിൽ തന്നെ ഈ ഗ്യാസ് എങ്ങനെ കത്തിക്കണ്ടേ വരുമ്പോ? അത് കുളിക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ മഹാപാപമാണ്. അപ്പൊ അതുകൊണ്ട് കുളിച്ച് വേണം അടുക്കളയിൽ, അത് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്. അതിനുശേഷമാണ് നമ്മുടെ എല്ലാ പ്രക്രിയകളും നടക്കുന്നത്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നവർ വേണ്ട, എല്ലാവരും മോട്ടിവേറ്റഡ് ആവട്ടെ, രക്ഷിതാക്കൾ മോട്ടിവേറ്റഡ് ആവട്ടെ. ഒരു ഭാര്യ അടുക്കളയിൽ ഇതുപോലെ ചെയ്യുന്നത് കണ്ട് കയറി വരുന്ന ഭർത്താവിനെ വിളിക്കാൻ തോന്നണം. ഇതല്ലേ സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇത് ഇന്നത്തെ കാലത്ത് പറയുമ്പോ ചിലപ്പോ അതൊരു അതൊന്നും ആവശ്യമൊന്നും ഇല്ല എന്നുള്ള നിലയ്ക്കൊക്കെ ആയിട്ടുണ്ട്. നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് ചോദിച്ചാൽ ആ ഓരോ രക്ഷിതാക്കളുടെയും മുഖത്ത് നോക്കിയാൽ അറിയാം. എത്ര ചീത്ത പറഞ്ഞാലും അവരങ്ങനെ തന്നെ ഇരിക്കുള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വീടിനകത്ത് ഒരു സംസ്കാരം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ അകത്ത് ഇരിക്കുന്നത് ഈശ്വരനാണ് എന്നുള്ള ബോധം കുട്ടികളിൽ ഉണ്ടാക്കണം. ഭഗവത്ഗീത ചെയ്ത കാര്യമാണത്, ഭഗവത്ഗീത പറഞ്ഞ കാര്യമാണത്. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മിയും തത്വമസിയും അയമാത്മാ ബ്രഹ്മ, ഈ തത്വങ്ങളൊക്കെ വേദങ്ങളും ഉപനിഷത്തുകളും നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. നോക്കണം, സാഖ്യയോഗം 72 ശ്ലോകങ്ങളാണ്. ഈ 72 ശ്ലോകം പഠിച്ചാലും ആത്മാവ് എന്താണെന്നൊന്നും നമുക്ക് ഒരിക്കലും പഠിക്കാൻ സാധിക്കില്ല. എത്ര വലിയവനായിക്കോട്ടെ പഠിക്കാൻ പറ്റില്ല. അപ്പോഴാണ് ഭഗവാൻ 3-ാമത്തെ അധ്യായം കർമ്മയോഗ ആക്കിയത്. ഭഗവത്ഗീത ഇതൊക്കെ കുടുംബവുമായിട്ട് ബന്ധപ്പെടുത്താനാണ് കേട്ടോ. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ? നമ്മൾ ചെയ്യുന്ന കർമ്മം യോഗമുള്ളതാണോ എന്നത്. നമ്മുടെ കർമ്മം യോഗമുള്ളതാക്കാനാണ് ഭഗവത്ഗീത പഠിപ്പിക്കുന്നത്. എങ്ങനെ യോഗമുള്ളതാക്കുക നമ്മുടെ കർമ്മത്തെ? ആക്കണമെങ്കിൽ നമ്മൾ അത് ജീവിതത്തിൽ പകർത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത് കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നിങ്ങൾ കർമ്മം ചെയ്തുകൊണ്ടേയിരുന്നോളൂ, ഫലത്തെ കുറിച്ച് ചിന്തിക്കേണ്ട. ഇത് പറഞ്ഞപ്പോ പലരും തെറ്റിദ്ധരിച്ചു. അതായത് ഞാനിപ്പോ ജോലി ചെയ്യുമ്പോ ഞാൻ ശമ്പളം വാങ്ങണ്ടെന്നാണോ പറയുന്നത് എന്നൊക്കെ ചിന്തിച്ചു. ഭൗതികമായ വസ്തുക്കളെ കുറിച്ചേ അല്ല ഭഗവാൻ പറയുന്നത്. ഭഗവാൻ പറഞ്ഞ ആത്മീയതയെ കുറിച്ചിട്ടാണ്, ആത്മീയ ദർശനത്തെ കുറിച്ചിട്ടാണ് ഭഗവാൻ പറയുന്നത്. അതായത് നീ നിന്റെ കർമ്മം കൃത്യമായി ചെയ്താൽ നീ ഭഗവാന്റെ അടുത്തെത്തുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും, നിനക്ക് നന്മയേ ഉണ്ടാകൂ, നീ ചെയ്യുന്ന പ്രവൃത്തികൾ ഏറ്റവും ഊർജ്ജസ്വലമായിട്ട് മാറും. ഇത് നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുക ചെയ്തത്. ഇതായിരുന്നു 3-ാമത്തെ അധ്യായം, കർമ്മയോഗം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഈ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന തരത്തിൽ ഭഗവാനോട് കൂടെ ചേർന്ന് നിന്ന് ചെയ്യാം. അപ്പൊ ഭഗവാനാണ് ടോട്ടൽ എനർജി, അനോണിമസ് എനർജി. അതാ ഭഗവാൻ. അതിന്റെ ഒരു അംശമാണ് നമ്മുടെയൊക്കെ ശരീരത്തിനകത്തിരിക്കുന്ന ബ്രഹ്മം. ഇനി ഇത് മരിച്ചാലോ? ഉദാഹരണം,
മധു, ഞാൻ ഹോസ്പിറ്റലിൽ മരിച്ചു വിചാരിച്ചാൽ മതി, മരിച്ചില്ല. ആ സമയത്ത് എന്റെ വീട്ടിൽ കുറെ ആളുകൾ കൂടിയിട്ടുണ്ട്. ഈ ആളുകൾ അവിടെ എന്താ സംസാരിക്കുക? മധു എപ്പ വരുന്നാണോ? ബോഡി എപ്പ വരും, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കാൻ ആംബുലൻസ് എപ്പ വരുന്നതായിരിക്കും അല്ലെ? ഈ രണ്ട് ചോദ്യം അവിടെ ഉള്ളു. മധു എന്ന് പറഞ്ഞ ആൾ പിന്നെ അവിടെ വരുന്നേ ഇല്ല. അവിടെ വരുന്നത് ഒന്നെങ്കിൽ ബോഡി അല്ലെങ്കിൽ ആംബുലൻസ്. ആംബുലൻസിന്റെ ഉള്ളിൽ വരുന്നത് ബോഡി. അപ്പൊ മധു എവിടെ? വേണ്ട പ്രശ്നമല്ലേ? അപ്പൊ എന്റെ ഉള്ളിലിരിക്കുന്ന ആത്മചൈതന്യത്തെ വിളിക്കുന്ന പേരാണ് മധു. ആ മധു ടോട്ടൽ ഭഗവാനിലേക്ക് ലയിച്ചു. പിന്നെ ഈ ശരീരം മാത്രമേ ബാലൻസ് ഉള്ളൂ. അപ്പൊ എന്റെ ഈ ആത്മാവ് ഭഗവാനിൽ ലയിച്ചു കഴിഞ്ഞാൽ പുനർജന്മം വേണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത് ഭഗവാനാണ്. ചിലർക്ക് തെറ്റിദ്ധാരണ ഉണ്ട്, നമ്മൾ മരിച്ചാൽ ഈ ആത്മാവ് ഉടനെ മറ്റൊരു ഗർഭപാത്രത്തിൽ പോയി അവിടെ ജനിച്ച് അവിടെ അതെന്നെ വീണ്ടും ജനിക്കുന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഭഗവത്ഗീത ശരിക്കും പഠിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടും. ഈ ടോട്ടൽ എനർജിയിലേക്കാണ് ലയിക്കുന്നത്. നമ്മുടെ അകത്തിരിക്കുന്ന ബ്രഹ്മം, ആത്മാവ് പരബ്രഹ്മമാകുന്ന എനർജി ലയിക്കുകയും ആ ചെറിയ ബ്രഹ്മം എനർജിയെ പുനർജന്മം വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് ടോട്ടൽ എനർജി ആയിട്ടുള്ള പരമാത്മാവാണ്. ചിലപ്പോ അത് നമ്മൾ ചെയ്ത പാപമൊക്കെ തീരാത്തത് കൊണ്ട് വീണ്ടും ജന്മം ഉണ്ടായേക്കാം, ഉണ്ടാവാതിരിക്കാം. ഇത് രണ്ടും നമുക്കിപ്പോ ഇതുവരെയും നിർവചിക്കാൻ സാധ്യമല്ല. ഉണ്ടാവാതിരുന്നാൽ അത് മോക്ഷമാണ്, ഉണ്ടായാൽ അത് പുനർജന്മമാണ്. അപ്പൊ പുനർജന്മം ഉണ്ടാകും എന്ന് തന്നെ വിശ്വസിക്കണം. കാരണം പല തെറ്റുകൾക്കും ഇവിടെ നമുക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ അടുത്ത ജന്മത്തിൽ അതിന്റെ ഉത്തരം കിട്ടിയേ പറ്റൂ. കിട്ടണം. അപ്പൊ അതുകൊണ്ട് അത് ഭഗവാൻ പറയുന്നതാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ തന്നെ അനുഭവിച്ച് തീർത്തേ പറ്റും. അതുകൊണ്ട് ആ രാമായണത്തിൽ പറയുന്നത് താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിരിക്കുന്നു. പണ്ടൊക്കെ കുറെ വൈകിയാ കിട്ടുക, ഇപ്പൊക്കെ നേരത്തെ കിട്ടും. എങ്ങനെയാണ്? അപ്പൊ അതുകൊണ്ട് കർമ്മം എന്ന് പറഞ്ഞാൽ അതാണ്. ഇനിയുള്ള അധ്യായങ്ങളൊന്നും നോക്കൂ, ഞാൻ പെട്ടെന്ന് പറയാം. കാരണം ഇത് മൊത്തം ഒന്നിച്ച് 18 അധ്യായം വിശദീകരിക്കാനുള്ള സമയം കുറവാണ്. പക്ഷെ ഒന്ന് രണ്ട് പോയിന്റുകൾ മാത്രം അത്ര നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ പറയാം. നമുക്ക് അടുത്ത അധ്യായം, പ്രധാനപ്പെട്ട അധ്യായങ്ങളിലേക്കാണ് പ്രവേശനം. അടുത്തത് ജ്ഞാന കർമ്മ സന്യാസ യോഗ. അവിടെ ജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളോട് ആൾ ചോദിച്ചു വരുന്നത്, ജ്ഞാനവും വിജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ? സാധ്യമല്ല. ഇതിന് ആരെങ്കിലും ഇത് രണ്ടും ഒന്നാന്ന് വിചാരിക്കുന്നവരുണ്ടോ? എന്തെങ്കിലും കൈ ഓർത്തു, എന്താ വ്യത്യാസം? രണ്ടും ഒന്നാണല്ലോ എന്ന്. ഞാനിത് തിരിച്ചു ചോദിക്കുന്നു വിചാരിച്ചിട്ട് കൈ ഓർത്തായിരിക്കും കേട്ടോ. രണ്ടും ഒന്നാണ്. ഒരാൾ ഉത്തരം പറഞ്ഞു രണ്ടും ഒന്നാണ്. ആണോ? അല്ല, രണ്ടും രണ്ടാണ്. ജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ വായിച്ചെടുക്കുന്ന അറിവാണ്. പുസ്തകത്തിലൂടെയൊക്കെ വായിച്ചെടുക്കുന്ന അറിവാണ് ജ്ഞാനം. അല്ലെങ്കിൽ ഈ പ്രഭാഷണം കേട്ടിട്ട് നമ്മൾ സംഭരിച്ചെടുക്കുന്നതാണ് ജ്ഞാനം. അത് പ്രായോഗികമാക്കുന്നതാണ് വിജ്ഞാനം. എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു 1/2 മണിക്കൂർ എല്ലാവരും കൂടി വീട്ടിലിരിക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് അത് ജ്ഞാനം കിട്ടി. ഇത് വിജ്ഞാനമാവുന്നത് എപ്പോഴാണ്? നിങ്ങൾ വീട്ടില് കുട്ടികളുടെ കൂടി ഇരിക്കുമ്പോ. അത് ഈ വ്യത്യാസം നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ പോയിന്റ്സുകളേ ഉള്ളൂ. പക്ഷെ ഈ വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? അപ്പൊ ജ്ഞാനവും വിജ്ഞാനവും രണ്ടും രണ്ടാ. വിജ്ഞാനത്തെ സാധാരണഗതിയിൽ അനുഭവജ്ഞാനം എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഒരാൾ നടന്നു പോകുമ്പോ ഒരു കല്ലിൽ തട്ടിയിട്ട് അയാൾ വീണു വിചാരിക്കുക, അയാൾ കാലൊക്കെ പൊട്ടി മുറിവായി. പക്ഷെ അയാൾ ആ മുറിവായൊക്കെ കെട്ടി വന്നിട്ട് ഒരു കൈക്കോട്ടൊക്കെ കൊടുന്ന് ആ കല്ല് മുഴുവൻ വെട്ടിക്കളഞ്ഞ് അവിടെ നിരത്തി മണ്ണിട്ടു. എന്തിനാ? വളരെ ഇമ്പോർട്ടന്റ്. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ സന്യാസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കാവ്യ വസ്ത്രമൊക്കെ ധരിച്ച് കുറച്ച് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി വലിയ 2 കുറിയിട്ട് വരുന്ന ആളുടെ പേരാണ് സന്യാസി, അല്ലെ? ആണോ? അല്ല.
ശരിക്കും നോക്കൂ, ഞാൻ സമയക്കുറവുകൊണ്ട് ഞാൻ കുറെ ചോദ്യം ചോദിക്കുന്നുണ്ട്. സംന്യസിച്ചവനാണ് സന്യാസി. പറഞ്ഞാൽ എന്റേതാണ് എന്നുള്ള എല്ലാ ഭാവത്തെയും കളഞ്ഞ് ഈ സമൂഹമാണ് എന്റെ എല്ലാം എന്ന് ചിന്തിക്കുന്ന ആളാണ് സന്യാസി. ഇനി നിങ്ങൾ ചിന്തിച്ചോ, നമ്മൾ എവിടെയെങ്കിലും സന്യാസിയെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള സന്യാസിമാരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ള വിഷയം സാധ്യത കുറവാണ്. കാരണം അവരെല്ലാവരും സ്വാർത്ഥരാണ്. ഇപ്പോഴുള്ള സന്യാസിമാരൊക്കെ AC ബസ്, കാർ ഇല്ലെങ്കിൽ യാത്ര പോലും ചെയ്യാത്ത അവസ്ഥയിലുള്ളവരൊക്കെയാണ് കൂടുതൽ. അപ്പൊ അതായത് സന്യാസം, സംന്യസിക്കുക, എന്റേതെന്നുള്ള ഭാവം ത്യജിക്കുക. ഇത് ത്യജിക്കാനാണ് ഗീത 4-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നത്. അങ്ങനെ ത്യജിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടായാൽ, എന്റേത് എന്നുള്ള ഭാവം ത്യജിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടായാൽ ആ കുടുംബം പവിത്രമാവും. ഭക്തി എന്താണ് എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ സമൂഹത്തിന് തന്നെ അറിഞ്ഞൂടാ. എല്ലാവരുടെയും ധാരണ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതൊരു കുറിയിട്ട ഭക്തിയായിരുന്നു. അതിനൊന്നല്ല ഭക്തി എന്ന് പറയുന്നത്. ഭക്തി എന്ന് പറഞ്ഞതിന്റെ സാരാംശം ഭഗവത്ഗീത പറയുന്നത് മറ്റുള്ളവരെ തിരിച്ചറിയുക എന്നാണ്. മറ്റുള്ളവരെ തിരിച്ചറിയുന്നതാണ് ഭക്തി. നിങ്ങൾ ആലോചിച്ചു, എത്ര നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിക്കാൻ സാധ്യത കുറവാ. മറ്റുള്ളവരുടെ സുഖദുഃഖങ്ങളെ തിരിച്ചറിയുകയും അവർക്ക് എന്നാലെ എന്തെങ്കിലും സഹായം ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നതിനെയാണ് ഭക്തി എന്ന് പറയുക. ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരന്ന് സുഖത്തിനായി വരേണം. അതാണ് ഭക്തി. ഞാൻ എന്റെ ആത്മസുഖത്തിനായിട്ട് ആചരിക്കുന്നത് മറ്റുള്ളവരുടെ സുഖത്തിനും കൂടി ആകണം എന്ന് ചിന്തിക്കുന്നതാണ് ഭക്തി. എത്ര കണ്ട് നമ്മൾ ഈ ഭക്തിയെ ആദരിക്കുന്നുണ്ട്. നമ്മൾ നോക്ക്, രാവിലെ എല്ലാം ഒരുക്കി വെച്ച് കൊടുത്ത് കുട്ടികളെ കൊണ്ട് സ്കൂളിലേക്ക് വിട്ടവരൊരു ഓട്ടമുണ്ട് അമ്പലത്തിലേക്ക്. ആ ഓട്ടം കണ്ടാൽ തോന്നി ഇത്രയും വലിയ ഭക്തിയുള്ള ഒരാൾ ലോകത്തില്ല തോന്നുന്നതാണ് ഭക്തി. ശ്രീകോവിലിന്റെ മുന്നിൽ പോയി നിന്ന് തൊഴുതാൽ ഭക്തി ആവുന്നില്ല. അതിനേക്കാളും അപ്പുറം ഏതെങ്കിലും ആൽമരോ ഏതെങ്കിലും ചോട്ടിലിരുന്ന് കുറച്ചു നേരം കണ്ണടച്ച് ജപിക്കുന്നതിന്റെ പേരാണ് ഭക്തി. അങ്ങനെ നമ്മൾ ഭക്തിയെ നമ്മുടെ ജീവിത ഗന്ധിയാക്കിയാൽ 100% നമ്മൾ സ്നേഹമുള്ളവരാവും, സഹവർത്തിത്വമുള്ളവരാവും, സാഹോദര്യബോധമുള്ളവരാവും. ആ സാഹോദര്യബോധത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന്റെ പേരാണ് ഭക്തി. എത്ര വിശാലം നോക്കും. ഇതാണ് ഭക്തി. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോ ക്ഷേത്രം, ക്ഷേത്രജ്ഞ യോഗം എന്നാണ് അധ്യായത്തിന്റെ പേര്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ ആത്മാവ്. ശരീരമാകുന്ന ക്ഷേത്രത്തിനകത്തിരിക്കുന്ന ആത്മാവാണ് ഈശ്വരൻ. ഭഗവത്ഗീത പഠിപ്പിച്ചതാ. ഇവിടെ അങ്ങനെ തന്നെയാ. ഈ ശ്രീകോവിലിന്റെ 4 ഭാഗത്തുള്ള ചുമരാണ് ക്ഷേത്രം, ശരീരം. അതിന്റെ അകത്തിരിക്കുന്ന പ്രതിഷ്ഠയാണ് ആത്മാവ്. അല്ലെ? ആ ആത്മാവിനെ കണ്ടറിയണം. അതാണ് നമ്മുടെ കഴിവ്. നോക്കൂ, നമ്മളെല്ലാവരും ചിന്ത എന്താന്ന് വെച്ചാൽ എന്റെ നിങ്ങളുടെ അൾട്ടിമേറ്റ് നമ്മൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ പരമാത്മാവിലേക്ക്. ഞാൻ എന്റെ ദേവി കാടാമ്പുഴ ഭഗവതിയാണ്. കാടാമ്പുഴ ഭഗവതി അല്ല അൾട്ടിമേറ്റ്. കാടാമ്പുഴ ഭഗവതിയുടെ അടുത്ത് ചെന്ന് നിന്ന് ഞാൻ തൊഴുമ്പോ കാടാമ്പുഴ ഭഗവതിയിലൂടെ ഞാൻ പരമാത്മാവിലേക്ക് എത്തണം. അപ്പൊ എനിക്ക് പരമാത്മാവിലേക്ക് എത്താനുള്ള ശുദ്ധമായ വഴിയാണ് കാടാമ്പുഴ ദേവി. കാടാമ്പുഴ ദേവിയാണ് അൾട്ടിമേറ്റ്. അതാണ് ഏറ്റവും അവസാനം എന്ന് ഞാൻ ചിന്തിച്ചാൽ ഞാൻ മണ്ടനാണ്. അതല്ല, അത് ദേവതാ സങ്കല്പമാണ്. ആ ദേവതാ സങ്കല്പം, ആ ദേവതാ സങ്കല്പത്തിൽ എന്റെ മനസ്സിനെ ഞാൻ ഉറപ്പിച്ചുകൊണ്ട് പരമാത്മാവിലേക്ക് പോകണം. ഞാൻ ഈ ടോട്ടൽ എനർജിയിലേക്ക്. ഇതാണ് ക്ഷേത്രജ്ഞ യോഗം എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എല്ലാ മേഖല എടുത്തു നോക്കിയാൽ, എല്ലാ അധ്യായം എടുത്താലും ഈ ഒരു പവിത്രത എല്ലാം നമ്മളെ കുടുംബവുമായി ബന്ധപ്പെടുത്തിയിട്ട് കാണാൻ പറ്റും. അവസാനത്തെ അധ്യായം മോക്ഷസന്യാസ യോഗമാണ്. മോക്ഷസന്യാസ യോഗത്തിൽ 2 വാക്കാണ്. ഒന്ന് മോക്ഷം, ഒന്ന് സന്യാസം. നിങ്ങൾ എല്ലാവരും കേട്ട വളരെ പവിത്രമായ ഒരു ശ്ലോകമുണ്ട്. ആകാശാൽ പതിതം തോയും യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. കേട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കേൾക്കണം. ആകാശാൽ പതിതം തോയം, ആകാശത്തു നിന്ന് പെയ്യുന്ന മഴ ചെറിയ ചെറിയ ചാലുകളിലൂടെ ഒഴുകി അത് നദിയിൽ ചെന്ന് ചേർന്ന് ആ നദി സാഗരത്തിൽ ചെന്ന് ചേരുന്നത് പോലെ നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ തൊഴുത് അവിടെ നിന്ന് ആത്മചൈതന്യത്തെ ഉയർത്തി നദികളിലൂടെ ആത്മാവിനെ ഒഴുക്കി
കടലാകുന്ന സാക്ഷാൽ ഭഗവാനിൽ കൊണ്ടുപോയിട്ട് നമുക്ക് ചേർക്കാൻ സാധിക്കണം. അവിടാണ് ആകാശാൽ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം. സർവദേവ നമസ്കാരം, എല്ലാ ദേവന്മാരെ നമസ്കരിച്ചിട്ടും എവിടെ എത്തണം? കേശവം പ്രതിഗച്ഛതി, കേശവനിലേക്ക് എത്തണം, എന്നുവെച്ചാൽ പരമാത്മാവിലേക്ക് എത്തണം. അപ്പൊ നമുക്ക് നല്ലൊരു വഴിയുണ്ട് നമ്മുടെ മുന്നിൽ. ആ വഴിയിലൂടെ വേണം സഞ്ചരിച്ച് നമ്മൾ ആ പരമാത്മാവിലേക്ക് എത്താൻ എന്നർത്ഥം. അപ്പൊ ഇങ്ങനെ മോക്ഷം വരെയുള്ള എല്ലാ സാധനകളും എല്ലാ സാധ്യതകളും ഭഗവത്ഗീത നമുക്ക് തുറന്നു വെച്ച് തന്നിട്ടുണ്ട്. ഇനി ഭഗവത്ഗീത ഒന്ന് ആധികാരികമായിട്ട് നമ്മൾ പഠിച്ചാൽ 100% ഒരു കുടുംബത്തെ ഏറ്റവും ദൃഢമായ ഒരു കുടുംബമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അനിവാര്യം. അപ്പൊ അത് എങ്ങനെ നമുക്ക് സാധിക്കാം എന്നുള്ള ഒരൊറ്റ പോയിന്റ് മാത്രം വിശദീകരിച്ചിട്ട് ഞാൻ ഈ കാലാഴ്ച അവസാനിപ്പിക്കും. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, വി മധുസൂദനൻ നായർ സാർ എന്നൊരു കവി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, ജീവിച്ചിരിപ്പുള്ള കവി. അദ്ദേഹം ഒരിക്കലും ഒരു കവിത എഴുതാൻ തീരുമാനിച്ചു. ഒരുപാട് കവിതകൾ അദ്ദേഹത്തിന്റെ ഉണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നാരായണത്വ ഭ്രാന്തൻ, അതേപോലെ തന്നെ അഗത്യ ഹൃദയം, രാമ രഘുരാമ നാം ഇനിയും നടക്കാം. ആ കവിതയൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളാണ്. 12 മക്കളെ പെറ്റൊരമ്മേ, നിന്റെ മക്കളിൽ ഞാനാണ് ഭ്രാന്തൻ എന്നുള്ള കവിതയൊക്കെ അദ്ദേഹത്തിന്റെ. അദ്ദേഹം ഒരിക്കൽ തീരുമാനിച്ചു മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു കവിത എഴുതണമെന്ന്. ഗാന്ധിയെ കുറിച്ചൊരു കവിത അദ്ദേഹത്തിന്റെ വലിയ സ്വപ്നമായിരുന്നു. ഒരുപാട് പേര് അദ്ദേഹത്തോട് എഴുതാൻ പറഞ്ഞപ്പോഴും അദ്ദേഹം മടി കാണിച്ചു നിന്നൊരു സബ്ജക്റ്റാണ്. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് നേരെ ഗുജറാത്തിലേക്ക് പോയി. അവിടെ 1.5 വർഷം അദ്ദേഹം താമസിച്ചു. അവിടെ പോർബന്തറിൽ ഗാന്ധി ജനിച്ച സ്ഥലത്തും എല്ലായിടത്തും അദ്ദേഹം പോയി. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകളുമായിട്ടൊക്കെ സംസാരിച്ചു. ഗാന്ധിയുടെ പഴയകാല സൂക്ഷിപ്പുകളൊക്കെ അദ്ദേഹം കണ്ടു. ഇതെല്ലാം കണ്ട് അദ്ദേഹം റൂമിൽ വന്നിരുന്നു കഴിഞ്ഞാൽ 4 വരി അല്ലെങ്കിൽ 10 വരി കവിത എഴുതി പോകും. അങ്ങനെ അദ്ദേഹം 1.5 വർഷം കൊണ്ട് ആ കവിത പൂർത്തീകരിച്ചിട്ട് അദ്ദേഹം പോർബന്തറിൽ നിന്ന് തിരുവനന്തപുരത്ത് തിരിച്ചെത്തി. അന്ന് ഈ പത്രക്കാർക്കൊക്കെ വലിയ ആഗ്രഹമായിരുന്നു ഈ കവിത ഇന്ന് പുറത്തിറങ്ങുന്നു. അന്ന് ശരിക്കും മധുസൂദനൻ നായർ സാറിന്റെ കവിതകൾ എന്ന് പറഞ്ഞാൽ ഒരു ഹരമായിരുന്നു. നല്ല എല്ലാ സ്കൂളുകളിലും കുട്ടികളും ഗ്രൗണ്ടിലും ടൗണിലും ഒക്കെ ചെന്നാൽ ഇദ്ദേഹത്തിന്റെ കവിതകളെ കേൾക്കുമായിരുന്നുള്ളൂ. അദ്ദേഹം തന്നെ ആലപിച്ച കവിതകൾ. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഈ കവിതയ്ക്കുള്ള ഹരം ജനങ്ങൾക്ക് വരാൻ തുടങ്ങി. പത്രക്കാർ ചെന്നിട്ട് ചോദിച്ചു ഈ കവിത എന്നാ പുറത്തിറങ്ങുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞ ഉത്തരം, ഈ കവിത പുറത്തിറങ്ങാൻ സമയമായിട്ടില്ല. കാരണം എന്റെ കവിത പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു പ്രശ്നം, എനിക്ക് അതിന്റെ ആദ്യത്തെ 4 വരി ഇതുവരെ കിട്ടിയിട്ടില്ല. ആദ്യത്തെ 4 വരി കവിത കിട്ടിയാൽ ആ നിമിഷം ഞാൻ അത് പ്രസിദ്ധീകരിക്കും എന്നാണ്. അതും അങ്ങനെ പോയി 4 മാസം 5 മാസം കഴിഞ്ഞപ്പോ ശിവഗിരി മഠത്തിൽ നിന്ന് സന്യാസിമാര് ഇദ്ദേഹത്തെ ഗസ്റ്റ് ആയിട്ട് ശിവഗിരി മഠത്തിലെ പ്രോഗ്രാമിന് ക്ഷണിക്കാൻ വന്നു. അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അദ്ദേഹം ശിവഗിരി മഠത്തില് പ്രോഗ്രാമിന്റെ 1 മണിക്കൂർ മുന്നേ എത്തി. അങ്ങനെ ആ മഠത്തിന്റെ ആ സിറ്റ് ഔട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ് സാർ. അപ്പൊ അവിടെ ഒരു നോട്ടീസ് ഉണ്ട്. ആ നോട്ടീസ് എടുത്ത് അദ്ദേഹം വെറുതെ വായിച്ചു നോക്കുമ്പോ അതിൽ എഴുതി വെച്ചിരിക്കുന്നു, ഉദ്ധരേതാത്മനാത്മാനം ഉന്നമാത്മാനം അവസാധേ. ഒരു ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകമാണ്. അദ്ദേഹം അതിങ്ങനെ കുറെ ചിന്തിച്ചു നോക്കി, ഇത് എന്തായിരിക്കാം ഉത്തരം. അദ്ദേഹത്തിന് സംസ്കൃതം അറിയാം, എങ്കിലും കൃത്യമായിട്ട് അതിനൊരു ഡെഫിനിഷൻ അദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പൊ അവിടുത്തെ മെയിൻ സ്വാമിയുടെ അടുത്ത് നിന്ന് ചോദിച്ചു, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. സ്വാമി 2 മിനിറ്റ് കൊണ്ട് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തു. നീ സ്വയം ഉയരുക, നീ സ്വന്തം ഉണരുക, നീ സ്വയം നിനക്കായി ഉണർന്ന് പ്രവർത്തിക്കുക. ഇതാണ് അർത്ഥം. പെട്ടെന്ന് ഈ കവിയുടെ തലച്ചോറ് ഒരു ബ്രേക്ക് ചെയ്തു. ഞാൻ ഇതുവരെ തേടിയതല്ലേ,
ഇതുവരെ എന്റെ കവിതയ്ക്കുള്ള ആദ്യത്തെ 4 വരി ഞാൻ തേടിയത് ഇതല്ലേ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതേപോലെ തന്നെ അവിടെ തന്നെ കടന്നിരുന്ന ഒരു നോട്ടീസ് എടുത്തിട്ട് അതിന്റെ ബ്ലാങ്ക് സ്ഥലത്ത് ആ കവിതയുടെ 4 വരി അങ്ങ് എഴുതുന്നു. എന്നിട്ട് അദ്ദേഹം ആ കവിതയുടെ 4 വരി വെറുതെ കുറച്ചു നേരം വായിച്ചു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് എന്റെ കവിതയ്ക്ക് ഇതിലേറെ നല്ലൊരു വരി ഇനി ഉണ്ടാകാനില്ല എന്ന് മനസ്സിലായി. ഭഗവത്ഗീതയും കുടുംബവും എന്നുള്ള ഒരു സബ്ജക്റ്റിൽ ഒരു സ്പീച്ച് നമ്മൾ കേൾക്കുമ്പോൾ ഇതിന്റെ ആദ്യത്തെ 4 വരി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. നമ്മൾ പലപ്പോഴും ഈ കവിത കേട്ടിട്ടുണ്ടാവാം, പക്ഷെ എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ തത്വശാസ്ത്രം അനുസരിച്ച് നിങ്ങൾ എത്ര പേര് കേട്ടു എന്നറിയില്ല. നമുക്ക് അതിന്റെ ആദ്യത്തെ 4 വരിയിൽ പറയുന്നത് യഥാർത്ഥത്തിൽ ഭഗവത്ഗീത വാചനം. ആ 4 വരി ഇങ്ങനെയാണ്. ഞാനൊന്ന് ചൊല്ലാം, നിങ്ങൾ അതിന്റെ ആ വരികളിലൂടെ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോയി നോക്കൂ. അപ്പൊ മനസ്സിലാവും എത്ര ആഴമുണ്ട് അതിൽ നിന്ന്. അദ്ദേഹം എഴുതിയത്, തനിയേ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും. തനിയേ നടന്നു നീ പോവുക, തളർന്നാലും അരുതേ പരാശ്രയവും ഇളവും. അനുഗാമിയില്ലാത്ത പതികൾ, അനുഗാമിയില്ലാത്ത പതികൾ തുടർന്നാലും ഇടറാതെ നിൻധീരഗാനം, തുടർന്നാലും ഇടറാതെ നിൻധീരഗാനം. എത്ര സ്പഷ്ട നോക്കൂ. തനിയെ നടന്നു നീ പോവുക, തളർന്നാലും മറ്റൊരാളുടെ പരാശ്രയമില്ലാതെ നിനക്ക് ഉയരാൻ സാധിക്കും. ഇതായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ. ഞാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥ മുഴുവൻ വായിച്ചു നോക്കൂ. എത്രയോ തളർന്നു പോകേണ്ട അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ സ്ഥലത്ത് ശ്രീകൃഷ്ണൻ കരയേണ്ടിയിരുന്നു. പക്ഷേ അവിടെ ഒന്നും കരയാതെ, ഒരു സ്ഥലത്ത് പോലും കരയാതെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത ആ ശ്രീകൃഷ്ണൻ തന്നെയല്ലേ ഈ കവിതയിലെ ഗാന്ധി. ഒരാളുടെ പരാശ്രയം ഇല്ലാതെയും നമ്മുടെ കുടുംബത്തെ ദൃഢമാക്കി മാറ്റി, സമൂഹത്തെ ഏറ്റവും ശക്തിയുള്ളതാക്കി മാറ്റാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഈ ശ്രീകൃഷ്ണന്റെ കഥ നമ്മൾ വായിക്കുന്നു. ശ്രീകൃഷ്ണൻ ഒരു സ്ഥലത്തെ കരഞ്ഞിട്ടുള്ളൂ, അത് കുചേലം വന്നപ്പോ മാത്രം. ആ കരച്ചിൽ സങ്കടം കൊണ്ടായിരുന്നില്ല, സന്തോഷം കൊണ്ടായിരുന്നു. ആ സന്തോഷ കണ്ണീരാണ് പിന്നീട് ഈ ലോകത്തിന്റെ ധർമ്മമായിട്ട് മാറുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കാഴ്ചപ്പാടുകളെ തനിയെ നടന്നു പോകാൻ പഠിപ്പിക്കണം. തളരാതെ ഏറ്റവും ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകാൻ പഠിപ്പിക്കണം. ഒരാളുടെയും പരാശ്രയമില്ലാതെ ജീവിക്കാൻ നമ്മളെ പഠിപ്പിക്കണം. നമ്മളെല്ല നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ എല്ലാറ്റിനും ഒന്നിനെയുള്ളൂ, ഒരാശ്രയവും ഇല്ലാതെ ജീവിതത്തിന്റെ എല്ലാ ഗന്ധികളെയും എല്ലാ ആശ്രമങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആർജവം നമ്മുടെ കുട്ടികളിലേക്ക് എത്തിച്ചു കൊടുത്താൽ ഏത് പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യാൻ സാധിക്കും. അതാണ് ശ്രീകൃഷ്ണൻ നമ്മെ പഠിപ്പിച്ചത്, ശ്രീരാമൻ നമ്മെ പഠിപ്പിച്ചത്, അഭിമന്യു പോലും നമ്മെ പഠിപ്പിച്ചത് അതാണ്. എന്റെ കുടുംബത്തിന് ഒരു നാശം സംഭവിക്കുമ്പോ പത്മവ്യൂഹത്തിൽ കടന്നാൽ തിരിച്ചു പോകാൻ എനിക്ക് കഴിയില്ല എന്ന ബോധ്യമുണ്ടായിട്ടും എന്റെ കുടുംബത്തിന് വേണ്ടി 10 പേരെയെങ്കിലും എനിക്ക് നിഷ്കാസനം ചെയ്യാൻ സാധിച്ചാൽ അത് ഞാൻ ചെയ്യുമെന്നൊരു 12 വയസ്സുകാരൻ തീരുമാനിച്ചുവെങ്കിൽ ആ തീരുമാനത്തിന്റെ പിന്നിലുണ്ടായിരുന്നു ഒരാർജവം. ആ ആർജവം നമ്മുടെ കുടുംബത്തിലുണ്ടായാൽ ഒരു കുട്ടി പോലും വഴിതെറ്റി പോകില്ല. എല്ലാവരും കൃത്യമായ ഒരു അച്ചുതണ്ടിൽ ജീവിക്കും. എന്ത് സങ്കടം വന്നാലും അത് രക്ഷിതാക്കളോട് പറയും. രക്ഷിതാക്കൾക്ക് അത് തീർത്തു കൊടുക്കാൻ സാധിച്ചാൽ തനിയെ നടന്നു പോയിക്കോളും. തളരില്ല. ഏത് പ്രതിസന്ധിയിലും തളരില്ല. ഒരു പ്രതിസന്ധിയിലും തളരാതെ ജീവസുറ്റ് മുന്നോട്ട് പോകാനുള്ള ഒരു കുടുംബ പശ്ചാത്തലത്തെ ദൃഢമാക്കി എടുക്കുക എന്നതായിരിക്കണം ഈ ഇരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും കടമ, നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. അതിലേക്ക് എത്താൻ
സർവശക്തനായ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം.